ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിലെ കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി സാന്ദ്രയോട് പറയുന്നു, ഇങ്ങനെ ഒരാളോടൊപ്പം എന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പോകുന്നത് അതെന്താ ആരും മനസ്സിലാക്കാത്തത്? എന്നിട്ട് അച്ഛൻ ഫോൺ വിളിച്ച് എല്ലാവരോടും പറയുക ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായിന്ന്. ഈ സമയം അവിടേക്ക് വന്ന ഹേമ പറയുന്നു, അത് ശരി, നിധിയെ കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? മോളിതേ സൂര്യ വന്നിട്ടുണ്ട്, അച്ഛൻ നിന്നോട് വേഗം വരാൻ പറഞ്ഞു. മാന്നും പറഞ്ഞ ഹേമ അവിടെ നിന്ന് പോകുമ്പോൾ സാന്ദ്ര ചോദിക്കുന്നു, സൂര്യ എന്താ ഇങ്ങനെ? നിധി പറയുന്നു, ആദ്യം മുതലേ അയാൾ ഇങ്ങനെ തന്നെയാണ് ഏട്ടത്തി. പറഞ്ഞാൽ ആർക്കേലും മനസ്സിലാകണ്ടേ? എന്നെ അയാളോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞയക്കാനുള്ള തിടുക്കത്തിലല്ലേ എല്ലാവരും. അവൻ ശരിക്കും ടോക്സിക് എന്ന് പറഞ്ഞാൽ തനി റെഡ് ഫ്ലാഗ് അല്ല, റെഡ് കാർപ്പറ്റ്. അയാളുടെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. സാന്ദ്ര പറയുന്നു, ഇതിത്തിരി ഓവറാ. സൂര്യ ഇങ്ങനെയാണെന്ന് ഞാനും അറിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യും? താഴേക്ക് ചെല്ലണ്ടേ? നിധി പറയുന്നു, ഞാനില്ല മോളെ. പക്ഷേ എന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ്, ഒരു കുഴപ്പമില്ല, എനിക്ക് വയ്യ. തുടർന്ന് ദേഷ്യത്തോടു കൂടി ഇരിക്കുന്ന സൂര്യയെ ശ്രദ്ധിക്കുകയാണ് രാജീവ്. കോഫിയുമായി അവിടേക്ക് വന്ന ഹേമ പറയുന്നു, മോനെ കോഫി. സൂര്യ അത് വാങ്ങുമ്പോൾ പുറത്തു നിൽക്കുന്ന സുധീഷ് സൂര്യയെ ശ്രദ്ധിക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, എന്തിനാ ഹേമ കാപ്പി എടുത്തത്? അല്ല, ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇത്രയും നേരമായിട്ടും ഒരു കപ്പ് കാപ്പി ഇങ്ങോട്ട് തരാൻ തോന്നിയിട്ടില്ല. ഹേമ പറയുന്നു, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് സൂര്യ തന്നെയാ പറഞ്ഞത്. രാജീവ് പറയുന്നു, എന്ന് വെച്ച് നീ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ച് ഞാനും കഴിക്കാം. സൂര്യ പറയുന്നു, എനിക്ക് വേണ്ട അങ്കിൾ. നിധി വന്നില്ലല്ലോ. ഹേമ പറയുന്നു, പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. സൂര്യ പറയുന്നു, ഞാൻ വന്നപ്പോ പറഞ്ഞതല്ലേ, ഇപ്പൊ തന്നെ 3/4 മണിക്കൂറായി. ഹേമ പറയുന്നു, അത് അവൾ എഴുന്നേറ്റതേ ഉണ്ടായിരുന്നുള്ളൂ, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. വരും. സൂര്യ പറയുന്നു, സാരമില്ല, ഞാൻ മുറിയിൽ പോയി കണ്ടോളാം. അവൾ ഇപ്പൊ വരുമെന്ന് ഹേമ പറയുമ്പോൾ സൂര്യ പറയുകയാണ്, സാരമില്ല ആന്റി, ഞാൻ പോയി കണ്ടിട്ട് വരാം. അങ്ങനെ സൂര്യ മുകളിലേക്ക് പോകുമ്പോൾ ഹേമ പറയുന്നു, രാജീവേട്ട ഇത് അവൻ പോയി സംസാരിക്കട്ടെന്ന് രാജീവ് പറയുമ്പോൾ ഹേമ പറയുകയാണ്, അല്ല അങ്ങോട്ട് ചെന്ന്. രാജീവ് പറയുന്നു, 3-4 ദിവസത്തിൽ കല്യാണം നടക്കാൻ പോവുകയല്ലേ, അവര് സംസാരിക്കട്ടെ. ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുന്നു, അവന്റെ ഒടുക്കത്തെ ഒരു കല്യാണം. അങ്ങനെ തോളിലേക്ക് കൈ കൊണ്ട് ഇടിക്കുകയാണ് സുധീഷ്. കൈയുടെ വേദന സഹിക്കാനാകാതെ സുധീഷ് അകത്തേക്ക് നോക്കുന്നു. രാജീവ് പറയുന്നു, രാത്രി നിധി ഫോൺ എടുത്തില്ല, അതുകൊണ്ട് അവൻ രാവിലെ തന്നെ അന്വേഷിച്ചു വന്നത്. പോസസീവ്നെസ് അല്ലാതെന്ത്. എന്തായാലും സ്നേഹിക്കാൻ അറിയാവുന്നവന്റെ കയ്യിലാ നമ്മുടെ മോളെ ഏൽപ്പിക്കുന്നത്, അത് തന്നെ വലിയ സമാധാനം. ഹേമ സംശയത്തോടു കൂടി ആലോചിച്ചു നിൽക്കുന്നു. സുധീഷ് പതിയെ പറയുന്നു, എടോ തന്തേ, ഇത് സ്നേഹമല്ലടോ, ഭ്രാന്ത. അതും മനസ്സിലാകില്ല. തുടർന്ന് നിധിയും സാന്ദ്രയും റൂമിലിരിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി അവിടേക്ക് വന്ന സൂര്യ പറയുന്നു, നിധി, ഞാൻ താഴെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാമോ? എന്നിട്ട് നീ ഇവിടെ ചുമ്മാ സൊറ പറഞ്ഞിരിക്കുകയാണല്ലേ? സാന്ദ്ര പറയുന്നു, അവള് രാത്രിയിൽ ശരിക്കും ഉറങ്ങിയിട്ടില്ല, ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളൂ. സൂര്യ ചോദിക്കുന്നു, രാത്രി ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഫോൺ കട്ട് ചെയ്തത്? പിന്നെ എന്താ നീ ഉറങ്ങിയില്ല എന്ന് പറയുന്നത്? അത് ശരി, അപ്പൊ നീ ഉണർന്നിരിക്കുകയായിരുന്നു, എന്നിട്ടാണ് നീ എന്റെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്. എന്താ ഫോൺ എടുക്കാതിരുന്നത്? എന്താ എടുക്കാതിരുന്നേന്നാ? ഉറക്കം വരുന്നു എന്ന് നുണ പറഞ്ഞിട്ട് മനഃപൂർവ്വം എന്റെ ഫോൺ എടുക്കാതിരുന്നതാണല്ലേ? ദാ ഇപ്പോഴും നിന്റെ കയ്യിലാ ഫോൺ. പറ, എന്താ എന്റെ ഫോൺ എടുക്കാതിരുന്നത്? എനിക്ക് ഉത്തരം കിട്ടിയേ തീരൂ. ഉത്തരം പറയടി, എന്താ എന്റെ ഫോൺ എടുക്കാതിരുന്നത്? ദേഷ്യത്തോടു കൂടി അവിടെ എഴുന്നേറ്റ് നിധി ഉറക്കെ പറയുന്നു, എനിക്ക് സൗകര്യമില്ലായിരുന്നു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സൂര്യ. സാന്ദ്ര ടെൻഷനോട് കൂടി നിധിയെ നോക്കുന്നു. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടു കൂടി പുറത്തു നിൽക്കുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു, എന്റെ മുറിയിൽ കയറി വന്ന എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ? ഞാൻ എന്തിന് നിങ്ങളുടെ ഫോൺ എടുക്കണം? അതിനാദ്യം ഉത്തരം പറ, ഞാൻ എന്തിന് നിങ്ങളുടെ ഫോൺ എടുക്കണം? സൂര്യ ഒന്ന് പതറി സാന്ദ്രയെ നോക്കുകയാണ്. നിധി ചോദിക്കുന്നു, ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ മിനിമം കാണിക്കേണ്ട മനസ്സ് തനിക്കുണ്ടായിരുന്നോ? ഒന്ന് മുട്ടുക പോലും ചെയ്യാതെ കയറി വന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാടോ? നിധി എന്ന് വിളിച്ച് സാന്ദ്ര കയ്യിലേക്ക് പിടിക്കുമ്പോൾ വീടെന്ന് പറഞ്ഞ കൈ തട്ടിമാറ്റി നിധി പറയുന്നു, ഉത്തരം പറ, നിങ്ങൾക്ക് എന്ത് അധികാരമാ ഉള്ളത്? എന്ത് അധികാരമാ ഉള്ളതെന്ന്? പുറത്തു പോകാൻ. ഐ സേ യു ഗെറ്റ് ഔട്ട്. ഇത് കേട്ടിട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവും ഹേമയും. അവർ മുകളിലേക്ക് ഓടി പോകുന്നു. നിധി പറയുന്നു, ഇറങ്ങി പോടോ. ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സൂര്യ. അവിടെ കൂടി വന്ന രാജീവ് ചോദിക്കുന്നു, എന്താ ഉണ്ടായത്? സൂര്യ ചോദിക്കുന്നു, ഞാൻ ഈ മുറിയിലേക്ക് കയറി വന്നത് അത്ര തെറ്റാണോ അങ്കിൾ? എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞ ചീത്ത വിളിക്കുന്നു. ഞാനിപ്പോ ആരാണെന്ന് ഇവള് ചോദിക്കുന്നത്? ഇവൾക്കിപ്പം എന്താ പറ്റിയത് അങ്കിൾ? രാജീവ് ചോദിക്കുന്നു, നിധി എന്താ മോളെ ഇത്? നിധി പറയുന്നു, അച്ഛാ, ഇയാളെ വിശ്വസിക്കരുത്. രാത്രി മുഴുവൻ ഫോൺ ചെയ്തോണ്ടേ ഇരിക്കുകയായിരുന്നു, 1-2 അല്ല, 204 മിസ്ഡ് കോള്. ഇയാള് തനി സൈക്കോയാച്ചാ, തനി സൈക്കോ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി എന്ന് വിളിച്ച് നിധിയുടെ കരുണമുഖം ചടിക്കുകയാണ് രാജീവ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. നിധി കരഞ്ഞുകൊണ്ട് രാജീവിനെ നോക്കുമ്പോൾ രാജീവ് പറയുന്നു, വായടക്കി നിധി, ആരെ കുറിച്ച് എന്താ പറയുന്നതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? നിന്റെ കഴുത്തില് താലി ചാർത്താൻ പോകുന്ന ആളാണിത്. ഹേമ ചോദിക്കുന്നു, നിധി, ഇങ്ങനെയാണോ മോളെ സൂര്യയോട് പെരുമാറേണ്ടത്? രാജീവ് പറയുന്നു, സൂര്യയോട് സോറി പറയാം. ഹേമ ചോദിക്കുന്നു, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? സൂര്യയോട് മാപ്പ് പറയാൻ. സുധീഷ മനസ്സിൽ പറയുന്നു, സംഗതി ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. രാജീവ് പറയുന്നു, മാപ്പ് ചോദിക്ക്. നിധി എന്നെ കൊണ്ട് ഇനി ആവർത്തിക്കരുത്, മാപ്പ് ചോദിക്ക്. നിധി സോറി എന്ന് പറയുമ്പോൾ സൂര്യയുടെ തോളിൽ കൈവച്ച രാജീവ് പറയുന്നു, സോറി സൂര്യ, ഇവള് ചെയ്ത തെറ്റിന് ഞാൻ സോറി പറയാം. ഒന്നും മനസ്സിൽ വെക്കരുത്. സൂര്യ വാ മോനെ. നിധിയെ ഒന്ന് നോക്കിയിട്ട് സൂര്യ രാജീവിന്റെ ഒപ്പം പോവുകയാണ്. പിന്നാലെ ഹേമയും പോകുന്നു. നിധി പൊട്ടിക്കരങ്ങി അവിടേക്ക് ഇരിക്കുമ്പോൾ കയ്യിൽ പിടിച്ച സാന്ദ്ര പറയുന്നു, നിധി, നീ പറഞ്ഞത് ശരിയാ മോളെ. ഇത് ശരിയാകുമെന്ന് ഇപ്പൊ ഏട്ടത്തിക്കും സംശയമുണ്ട്. നീ കരയല്ലേ, അവരൊക്കെ കേൾക്കും. കരയല്ലേ മോളെ. നിധി പറയുന്നു, ഏട്ടത്തി നോക്കിക്കോ, ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല. എന്റെ കഴുത്തിൽ അയാള് താലി
കിട്ടില്ല, ഉറപ്പ്. ഇത് കേട്ട് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് സാന്ദ്ര. തുടർന്ന് രാജീവ് പറയുന്നു, സൂര്യ മോനെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒന്നും മനസ്സിൽ വെക്കരുത്, തൽക്കാലം വിട്ടുകള. സൂര്യ ചോദിക്കുന്നു, അവൾ എന്റെ മുഖത്ത് നോക്കി ഗെറ്റ് ഔട്ട് അടിച്ചത് അങ്കിളും കണ്ടതല്ലേ? അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ അത്രയും തവണ ഫോൺ ചെയ്തത്? അതെന്താ അവക്ക് മനസ്സിലാകാത്തത്? ദേ അങ്കിളെ, എന്റെ മമ്മി ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ഹേമ പറയുന്നു, അയ്യോ വെറുതെ അവരെ ഒന്നും അറിയിക്കാൻ നിൽക്കണ്ട മോനെ. രാജീവ് പറയുന്നു, ഞങ്ങൾ അവളെ പറഞ്ഞ മനസ്സിലാക്കിക്കോളാം. അപ്പോൾ സൂര്യ പറയുകയാണ്, എന്നാൽ ആദ്യം അത് ചെയ്യ. ഞാൻ വരാന്ന് പറഞ്ഞ സൂര്യ അവിടെ വന്ന് പോകുന്നു. സൂര്യ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ക്ഷീണത്തോടു കൂടി കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, എന്റെ മമ്മി. ഇത് കേട്ട് സൂര്യ ചോദിക്കുന്നു, എന്താടാ? 3-4 ദിവസം കഴിയട്ടെ, നിന്നെ കൊണ്ട് ശരിക്കും ഞാൻ മമ്മീന്ന് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോടാ. നെഞ്ചത്ത് കൈവച്ച് സുധീഷ് പറയുന്നു. ഓ. സൂര്യ ദേഷ്യത്തോടു കൂടി കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുകയാണ്, മമ്മി ഐ ആം ട്രാപ്ഡ് മമ്മി, ഐ ആം ട്രാപ്ഡ്. പോടെ പേടിത്തൊണ്ട. ശേഷം പുഞ്ചിരിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് കാറിൽ വീട്ടിലേക്ക് വരികയാണ് അരുൺ. സുധീഷ് അരുണിനെ ശ്രദ്ധിക്കുന്നു. അച്ഛന്ന് വിളിച്ച അരുൺ അരികിലേക്ക് വരുമ്പോൾ രാജീവ് പറയുന്നു, നീ അവളെ വിളിക്ക്. ഹേമ അകത്തേക്ക് പോകുമ്പോൾ അരുൺ പറയുന്നു, സാന്ദ്ര എന്നെ വിളിച്ച് പറഞ്ഞു. രാജീവ് പറയുകയാണ്, നീ കൂടി വന്നിട്ട് അവളോട് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു. നിധിയുടെ അരികിലേക്ക് വന്ന ഹേമ പറയുകയാണ്, നിധി ദേ അച്ഛൻ താഴേക്ക് വിളിക്കുന്നു, ദേ കരുതുള്ളി ഇരിക്കുക, വെറുതെ ഇങ്ങോട്ട് വരുത്തണ്ട. അങ്ങനെ ഹേമ അവിടെ വന്ന് പോകുമ്പോൾ സാന്ദ്ര പറയുന്നു, വാ നിധി, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. അങ്ങനെ നിധിയെയും കൂട്ടിക്കൊണ്ട് ഹോളിലേക്ക് വരികയാണ് സാന്ദ്ര. രാജീവ് ചോദിക്കുന്നു, എന്താ നിന്റെ ഉള്ളിലെ വിചാരം? നീ എന്താ കരുതിയിരിക്കുന്നതെന്ന്? സൂര്യ നിനക്ക് അന്യപുരുഷനല്ല, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. അവന്റെ മുഖം നോക്കിയിട്ട് നീ എടാന്നും സൈക്കോന്നും ഒക്കെ വിളിച്ചത്. ഞാൻ നിന്നെ വളർത്തിയത് അങ്ങനെയാണോ? ആണോന്ന് എല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി ആ പാവം. നിധി പറയുന്നു, അച്ഛാ രാത്രി മുഴുവൻ അയാൾ ഉറങ്ങാതെ എന്റെ ഏട്ടത്തിയുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. 10-350 കോളുകള്. ഞാൻ പിന്നെ അയാളെ എന്താ വിളിക്കേണ്ടതച്ചാ? ഇത് കേട്ട് തലയിൽ കൈവച്ച് സുധീഷ് പറയുകയാണ്, ഷോ എന്റെ ദൈവമേ, 350 കോളോ? അവന് നട്ടപ്രാന്ത് തന്നെയാ. അരുൺ ചോദിക്കുന്നു, എന്ത് വർത്തമാനോ നിധി നീ പറയുന്നത്? സാന്ദ്ര എന്നോട് പറഞ്ഞു നിന്നെ കിട്ടാഞ്ഞപ്പോൾ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. അത് സ്നേഹം കൊണ്ടല്ലേ മോളെ? നിധി ചോദിക്കുന്നു, ഇതാണോ സ്നേഹം? ഏട്ടാ ഇത് ടോർച്ചറാ. നിങ്ങൾ എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഇനി ഇഷ്ടപ്പെടാൻ പറ്റുകയില്ല. എനിക്ക് അയാളെ കല്യാണം കഴിക്കണ്ട. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധിന്ന് വിളിച്ച് അരുൺ അവിടെ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് രാജീവ് പറയുന്നു, നിക്ക്, ഈ വാക്ക് ഞാൻ തുടക്കം മുതലേ കേൾക്കുന്നതാ. എന്താ നിനക്ക് ഇഷ്ടമല്ലാത്തതിന്റെ കാരണം? പറ, വേറെ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? ഇത് കേട്ട് ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, അയ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? പകലും മുഴുവൻ വെള്ളം കോരി അവസാനം കുടവിട്ട് ഉടക്കേണ്ടി വരുമോ? രാജീവ് പറയുന്നു, നിന്നോടാ ചോദിച്ചത്. ആ കാരണം കൊണ്ടാണോ നീ വേണ്ടാന്ന് പറയുന്നത്? ഹേമ ചോദിക്കുന്നു, ഇതുവരെ ഈ കല്യാണത്തിന് വേണ്ടി രൂപ എത്ര മുടക്കിയെന്ന് നിനക്കറിയാമോ? എത്ര ആളുകളെ വിളിച്ചെന്നറിയാമോ? കല്യാണത്തിന് 1-2 ദിവസങ്ങൾ ഉള്ളപ്പോഴാണോ വേണ്ടാന്ന് പറയുന്നത്? നിധി പറയുന്നു, ഞാൻ തുടക്കം മുതലേ വേണ്ടാന്ന് തന്നെയല്ലേ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജീവ് പറയുന്നു, അതിന്റെ കാരണമാണ് ചോദിച്ചത്. നിധി ചോദിക്കുന്നു, എന്താ അച്ഛ ഇങ്ങനെ? നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ? സൂര്യയുമായിട്ട് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ തുടക്കം മുതലേ പറയുന്നതല്ലേ? നിങ്ങളല്ലേ അതൊട്ടും കേൾക്കാതെ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? സുധീഷ് മനസ്സിൽ പറയുന്നു, സമാധാനം. അപ്പോൾ നിധി പറയുകയാണ്, ഞാൻ സംസാരിച്ചു വരെ നോക്കിയതാ, ഞങ്ങൾ തമ്മിൽ സെറ്റ് ആകില്ല അച്ഛാ. ഹേമ പറയുന്നു, നിധി നിന്റെ അച്ഛനും ഞാനും വിവാഹം കഴിച്ചതേ തമ്മിൽ സംസാരിച്ച് ചേർച്ച ഉറപ്പിച്ചിട്ടൊന്നുമല്ല. എന്നിട്ട് ഞങ്ങൾ ജീവിക്കുന്നില്ലേ? നിന്റെ ചേട്ടനും സാന്ദ്രയും ജീവിക്കുന്നില്ലേ? എടി തങ്കം പോലുള്ള ഒരു ചെറുക്കനാ സൂര്യ. അങ്ങനെ ഒരാളെ കിട്ടിയതിന് നീ ദൈവത്തിനോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അയ്യടാ പിന്നെ. നിധി ചോദിക്കുന്നു, എന്നേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് ഇപ്പൊ അറിയാവുന്നത് അയാളെയാണോ? അമ്മയുടെ മകളല്ലേ ഞാൻ? എനിക്ക് വേണ്ടി ഒരിക്കലെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചൂടെ അമ്മേ? രാജീവ് പറയുന്നു, നിനക്ക് വേണ്ടി ചിന്തിക്കുന്നത് കൊണ്ടാ നീ ചെയ്ത കാര്യത്തിന് ഞാൻ അവനോട് സോറി പറഞ്ഞത്, സംസാരിച്ച് സമാധാനപ്പെടുത്തി തിരിച്ചയച്ചത്. ദേ നോക്ക്, നീ എന്ത് തന്നെ മനസ്സിൽ വിചാരിച്ചാലും ഈ കല്യാണമേ നടക്കൂ. ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് അത് ഒഴിവാക്കാനാണ് വിചാരമെങ്കിൽ മോളത് മറന്നു കളഞ്ഞേക്ക്. വാക്കിനും അഭിമാനത്തിനും ജീവനേക്കാൾ വിലയുണ്ട് രാജീവ് ശങ്കറിന്. ഇതെങ്ങാനും മുടക്കാൻ നോക്കിയാൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിധി പൊട്ടിക്കരങ്ങി അകത്തേക്ക് പോകുമ്പോൾ രാജീവ് പറയുന്നു, ഹേമേ അവളുടെ മേലൊരു കണ്ണ് വേണം. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി പറയുന്നു, ഇല്ല ഞാൻ അവനെ കല്യാണം കഴിക്കില്ല, എന്ത് വന്നാലും കഴിക്കില്ല, ഉറപ്പ്. തുടർന്ന് ചുറ്റും നോക്കി സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഇനി ഈ വീട്ടിൽ നിന്നാൽ ശരിയാകില്ല. ഞാൻ കരുതിയത് ഇത് എന്റെയും കൂടി വീടാണെന്ന്, ഇവിടെ ഉള്ളവർക്ക് എന്നെ മനസ്സിലാകുമെന്ന ഇതുവരെ ഞാൻ കരുതിയത്. പക്ഷെ ഇന്ന് ആ വിചാരം തെറ്റാണെന്ന് മനസ്സിലായി. ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും ഇത്രയും കാലം ഞാൻ ഇവര് പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇനി വയ്യ. എന്റെ താല്പര്യത്തെ പറ്റി ഒട്ടും ആലോചിക്കാതെ അവരുടെ ഇഷ്ടത്തിന് മാത്രം തീരുമാനമെടുത്താൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോഴൊന്നും വിവാഹം വേണ്ടെന്നായിരുന്നു എനിക്ക്. പക്ഷെ എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാ ഞാൻ അതിനും തയ്യാറായത്. അതിനുവേണ്ടി ഒട്ടും ചേരാത്ത ഒരാളുടെ കൂടെ സഹിച്ച് ജീവിക്കണോ ഞാൻ? അത് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ആരോടോ ഇഷ്ടമുണ്ടെന്നുള്ളത് പോലെയായി. ഇനി എനിക്ക് വയ്യ. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അതെ ഇവിടെ മാത്രമല്ല ഒട്ടുമിക്ക വീട്ടുകാരും അങ്ങനെയാ. പെൺകുട്ടിയുടെ ഇഷ്ടം നോക്കൂല, തങ്ങൾ കണ്ടെത്തിയതാണ് അവൾക്ക് ഏറ്റവും നല്ല പയ്യനെന്ന് വാശി പിടിക്കും. അവസാനം കല്യാണം കഴിഞ്ഞ് ജീവിതം കുളമായി രണ്ടുപേരും രണ്ടറ്റത്ത് നിൽക്കുമ്പോൾ അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്ന് നിലവിളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്ത് കാര്യം? പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടായില്ലേ? ഇയാളുടെ ജീവിതം അങ്ങനെ നശിപ്പിക്കരുതെന്നേ ഞാൻ പറയൂ. നിധി പറയുന്നു, ഇല്ല എനിക്ക് വേണ്ടി ആരും നിൽക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി തീരുമാനം എടുത്തില്ലെങ്കിൽ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാകും. ഇവിടെ
ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇത് കേട്ട് ചുറ്റും നോക്കിയിട്ട് സുധീഷ് പറയുന്നു, അതെ ഞാനൊരു കാര്യം പറയട്ടെ, തൽക്കാലം തിരുവനന്തപുരത്തേക്ക് മാറി നിൽക്ക്, അവിടുന്ന് പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ, ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ. നിധി പറയുന്നു, ഞാൻ ഇതുവരെ വീട് വിട്ട് എവിടേക്കും പോയിട്ടില്ല, തിരുവനന്തപുരം പോലും എനിക്ക് ശരിക്കും അറിയില്ല, ആരെയും പരിചയമില്ല. സുധീഷ് പറയുന്നു, ഞാൻ തിരുവനന്തപുരത്തുകാരനല്ലേ, ഇയാൾക്ക് എന്നെ പരിചയമുണ്ടല്ലോ. പിന്നെന്താ? നിധി ചോദിക്കുന്നു, ഇയാളുടെ കൂടെയോ? സുധീഷ് ചോദിക്കുന്നു, അതെന്താ വിശ്വാസമില്ലേ? എടോ, ഇയാളെ ആ കിഴങ്ങനോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ഇയാളുടെ വീട്ടുകാരെക്കാളും ഭേദമാണ് ഞാൻ. ഇയാള് നാട് വിട്ട് പോവുകയാണെന്നൊന്നും വിചാരിക്കണ്ട, തിരുവനന്തപുരത്തേക്ക് പോയി കുറച്ചു ദിവസം താമസിക്കുന്നു, എന്നിട്ട് കല്യാണം മുടങ്ങിയതിനു ശേഷം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാമെന്നേ. നിധി പറയുന്നു, ഏയ് അതൊന്നും ശരിയാകില്ല, എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് വീടും വേണ്ട, ഇവിടെയുള്ള ആരെയും വേണ്ട. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ഓക്കെ അത് ഇയാളുടെ ഇഷ്ടം, പക്ഷേ എന്തായാലും ഇവിടുന്ന് പോയാലേ പറ്റൂ, പിന്നെ തിരുവനന്തപുരത്ത് എവിടെ താമസിക്കുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അതിന് എന്റെ വീടുണ്ടല്ലോ. ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ സ്വർഗം പോലൊരു വീട്, ഇയാള് വരുന്നുണ്ടെന്നറിഞ്ഞാൽ എല്ലാവരും ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കും. നിധി ചോദിക്കുന്നു, അതിന് ഞാൻ എപ്പോഴാ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞത്? നിങ്ങളുടെ വീട്ടിലേക്കൊന്നും ഞാനില്ല, എന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചാൽ മതി, അതിന് വേണ്ട പൈസ എന്താന്ന് വെച്ചാൽ ഞാൻ തരാം, അവിടെ വല്ല ഹോസ്റ്റലിലോ വല്ല ഞാൻ താമസിച്ചോളാം. എന്താ ആലോചിക്കുന്നത്? പൈസയുടെ കാര്യമാണെങ്കിൽ അതിനൊക്കെ ഞാൻ വഴി ഉണ്ടാക്കിക്കോളാം. സുധീഷ് പറയുന്നു, ഏയ് അതൊന്നുമല്ല, എല്ലാം കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടേ അവസാനം ഇയാള് വരാതിരുന്നാൽ വീട്ടുകാരുടെ മുമ്പില് ഞാൻ കുടുങ്ങും. നിധി ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ വിശ്വാസം തോന്നുന്നില്ലേ? അയ്യോ അതല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, എന്നാൽ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെടണം. ഇത് കേട്ട് അമ്പരന്ന നിധിയെ നോക്കുന്ന സുധീഷിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. രാത്രി നിധിയുടെ വീട്ടിൽ വിവാഹത്തിന്റെ പാർട്ടി നടക്കുകയാണ്. പാർട്ടിക്കായി ഒരുങ്ങി നിൽക്കുന്ന നിധി ഫാമിലി ഫോട്ടോ എടുത്ത് വിഷമത്തോടുകൂടി നോക്കി നിൽക്കുന്നു. ഈ സമയം റൂമിലേക്ക് വരികയാണ് സാന്ദ്ര. നിധിയുടെ കയ്യിലേക്ക് ജ്യൂസ് കൊടുത്തിട്ട് ഫോട്ടോ വാങ്ങിച്ചു നോക്കുകയാണ് സാന്ദ്ര. തുടർന്ന് സാന്ദ്ര പറയുന്നു, ഞാൻ അരുണേട്ടനോട് സംസാരിച്ചു, പക്ഷെ അരുണേട്ടനും പറയുന്നത് എല്ലാം നിന്റെ തോന്നലാണെന്നാ. ആണുങ്ങൾക്കൊക്കെ ഒരേ സ്വഭാവം തന്നെയാ നിധി, ചിലപ്പോ സൂര്യയും നിന്റെ കാര്യത്തില് പൊസസീവ് ആയിരിക്കും. തുടർന്ന് സുധീഷിന്റെ ഒപ്പം തിരുവനന്തപുരത്തേക്ക് പോകാനായി തീരുമാനിച്ച നിധി ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ റെഡിയാക്കി ഇരിക്കുകയാണ്. ചുറ്റും നോക്കി കാറിന്റെ അരികിൽ നിൽക്കുന്ന സുധീഷ് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത നിധി ചോദിക്കുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയാണല്ലോ അല്ലേ? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഈ വീട്ടില് കുട്ടി ചെയ്യുന്നത് മാത്രമാണ് ശരി, ബാഗ് എടുത്ത് പുറത്ത് വെക്ക്, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട നിധി രാത്രി സുധീഷിന്റെ ഒപ്പം പോകാനായി തീരുമാനിക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.